ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കുന്നത് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് ലൈനിങ് ബ്ലൗസാണ്. ഇതാണ് മെയിൻ ഫാബ്രിക്. ആദ്യം നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, രണ്ടായിട്ട് ഇങ്ങനെ സമമായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോസ് ആയിട്ടുള്ള സൈഡും ഇത് ഓപ്പൺ ആയിട്ടുള്ള സൈഡാണേ. ഇനി ഫസ്റ്റ് നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. 15.5 ലെങ്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 16.5 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കണം. കാരണം നമ്മൾ ലെവൽ ചെയ്തിടണം, ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അവിടുന്ന് 16.5 മുകളിലേക്ക് അടയാളപ്പെടുത്തണം. 16. അപ്പോൾ 16.5 ഒരു ലൈൻ വരക്കുക. 42 സൈസിലുള്ള അളവാണ്. അപ്പോൾ 42ൻ്റെ 4/1 കാണണം. 42ൻ്റെ 4/1 10.5. 10.5യും ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. അപ്പോൾ ഇങ്ങനെ നോക്കുക, 10.5 ഇവിടെ അടയാളപ്പെടുത്തി 2 ഇഞ്ച് പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നത്. അവിടുന്ന് ഇനി ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമുക്ക് കഴുത്തകരം അടയാളപ്പെടുത്താം. കഴുത്തകരം കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. കഴുത്തകരം 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫുള്ള് ഷോൾഡർ എന്ന് വെച്ചാൽ 6 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടുന്ന് 3 ഇഞ്ച് കഴുത്തകരം അടയാളപ്പെടുത്തണം. അതിനുശേഷം ബാക്കിൻ്റെ നെക്ക് ലെങ്ത് 9.5. അപ്പം ഞാൻ ഇങ്ങോട്ടാണ് ഷോൾഡർ സ്റ്റോപ്പ് കൊടുക്കുന്നത്. അപ്പം 9.5യുടെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 9.75 ഞാൻ അടയാളപ്പെടുത്തുവാണേ. 9.75. അപ്പോൾ ഇങ്ങോട്ടും ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. 3.25 അടയാളപ്പെടുത്തുക, ഇച്ചിരി വൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 3.25. അപ്പോൾ ഇവിടെയും 9.25 അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്നൊരു സ്ക്വയറായിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. കൈക്കുഴിയും ഒരു 6 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി നോക്കാം. ഇവിടെയും 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടെ 6 ഇഞ്ചല്ലേ ഷോൾഡർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അതിവിടെ ഇങ്ങനെ നേരെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 10.5 2 ഇഞ്ച് തയ്യൽ തുമ്പ്. 10.5 വന്നത് അറിയാലോ, 10.5 42ൻ്റെ 4/1. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഇതും സ്ക്വയറായിട്ട് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 1.1 ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ 6 ഇഞ്ചിൻ്റെ പകുതി 3 നിന്ന് താഴെ ഒരു 1/4 ഇഞ്ച് കൂടെ താത്തി 3.25 ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ 10.5യും ഇതും കൂടി ഇങ്ങനെ ഇതാക്കുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇച്ചിരി മാറി നിൽക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇതാണ് കൈക്കുഴി. ഇനി ഇതിൻ്റെ ആം റൗണ്ട് 9 ഇഞ്ച്, അതായത് മുള്ളിങ്ങനെ റൗണ്ട് ചെയ്തെടുത്തപ്പോൾ 18ൻ്റെ പകുതി 9. അപ്പോൾ 9ഉം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വേണം. അതുണ്ടോ എന്ന് നോക്കാം. 10.5യുടെ അവിടം വരെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് 1/4 ഇഞ്ച് കഴിഞ്ഞ് ഒരു 1/4 ഇഞ്ച് കൂടി ഉണ്ട്. കൈക്കുഴി 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ 6 ഇഞ്ചിലാണ് നമ്മൾ സ്ക്വയർ വരച്ചിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഈ പിന്നെ 42 ഇഞ്ച് ചെസ്റ്റ് അളവാണല്ലോ ഇത്. അപ്പോൾ 42ൻ്റെ 4/1 10.5. അത് എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്? ഞാൻ അത് വിട്ടുപോയി. ഈ പിന്നെ അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഈ മൂലയിൽ നിന്നും ഇങ്ങോട്ട് 10.5 അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെയാണ് വരേണ്ടത്. എന്നിട്ട് ഈ 10.5 വരെ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ 9ഉം തയ്യൽ തുമ്പും നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നോക്കാം ഉണ്ടോ എന്ന്. ഇതിപ്പോൾ കറക്റ്റ് 9 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി ഇടിച്ച് വെട്ടണം. ഞാനൊരു 6.4.1 അടയാളപ്പെടുത്തുവാണ്. എന്നിട്ട് അവിടെ സ്ക്വയർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വെച്ചിട്ട് ഈ 10.5യുടെ അവിടെ നിന്നും പോയിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി വരക്കാം. ഇനി നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇപ്പം ഇവിടെ 9.25 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ്. ഇത് തെറ്റ്, ഇത് കറക്റ്റ് അല്ല, ഇതാണ് കറക്റ്റ്. മുകളിലൊക്കെ വേണ്ട, ഇതാണ് കറക്റ്റ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു മാർക്ക് ചെയ്യാം.
ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പം നല്ല റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കുറച്ചുകൂടെ വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിരിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരയ്ക്കാം. ഇത് ഇത്രയും മതി. അപ്പോൾ ഇത് റൗണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ കഴുത്ത് ഫിറ്റാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുത്ത് ഇങ്ങനെ ഫിറ്റാകും. ഇവിടെ നിന്ന് ഇങ്ങനെ ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി വേസ്റ്റ് റൗണ്ട് 35. 35ൻ്റെ 4/1 8.25 ഇവിടെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 1.25 തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടക്ക് വേണമെന്നുണ്ടെങ്കിൽ, ടക്ക് ബാക്കിൽ ഇടണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചും കൂടി ഇവിടെ ഇങ്ങനെ 1 ഇഞ്ച് ആ ടക്കിൻ്റെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വേണം തയ്യൽ തുമ്പ് ഇടാനായിട്ട്. ഞാൻ അത് ടക്ക് ഇവിടെ ഇടുന്നില്ല. ഇവർ പറഞ്ഞു ഈ ഇടണ്ടെന്നാണ്, അതുകൊണ്ട് ഇടുന്നില്ല. ഇനി നമുക്കിത് ഈ 10.5 കഴിഞ്ഞ് ഇവിടേക്കാണ് നമ്മൾ 2 ഇഞ്ച്, ഈ 10.5 ഇവിടം വരെ അല്ലേ, ഇവിടം വരെ ഇവിടെ ഇങ്ങനെ വെച്ചപ്പോൾ 10.5 ഇവിടം വരെ, ഇവിടെ നിന്നാണ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുത്തേണ്ടത്. അപ്പോൾ ഇവിടം വരെ ഉള്ളു. 1.5 തയ്യൽ തുമ്പായാലും മതി കേട്ടോ. ഞാനിത് 2 ഇഞ്ച് ഇടുന്നതേ ഉള്ളൂ. ഇതിന് ഇച്ചിരി വണ്ണം വെക്കുന്ന ടൈപ്പായതുകൊണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. ബാക്ക് പാർട്ട് വെട്ടുമ്പോൾ ഒന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആയിട്ട് 2 മുട്ട സൂചി കുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് പാർട്ട് വെട്ടുമ്പോൾ ചുമ്മാ പെട്ടെന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് മാറ്റാം. ഇനി ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ഇതിങ്ങനെ തിരിച്ചിങ്ങോട്ടാണ് ഇടുന്നത്. കാരണം ഫ്രണ്ട് ഓപ്പൺ ആണ്. അതുകൊണ്ട് തിരിച്ചിങ്ങനെ ഓപ്പൺ ഭാഗം എൻ്റെ വശത്തേക്കും അവിടെ ക്ലോസ് ആയിട്ടുള്ള ഭാഗം, ഇത് ഓപ്പൺ ഭാഗമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇടുന്നത്. തിരിച്ചിടാം. അപ്പം എന്നാലും നമുക്ക് കുറച്ച് തുണി ലാഭിക്കാൻ പറ്റും. അതിനുശേഷം ഇതിങ്ങനെ ഈ ബാക്ക് പാർട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇടണം. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഞാനിങ്ങനെ വരച്ച് കാണിക്കാം. 1/4 ഇഞ്ച്, അത് ഇങ്ങനെ ഉക്സ് പടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വേണേൽ അടയാളപ്പെടുത്തിക്കോ. അരയിഞ്ച് വേണമെങ്കിൽ അരയിഞ്ച് ഇടാം. ഇതിപ്പോൾ ഞാൻ 1/4 ഇഞ്ച് ഇടുന്നുള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ചോ, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഈ 1/4 ഇഞ്ച് കഴിഞ്ഞ് വേണം, ഈ 1/4 ഇഞ്ച് നമ്മൾ വിട്ടിരിക്കുന്ന കഴിഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ തുണി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ തുണി അടിയിലുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ കറക്റ്റായിട്ട് വെക്കുവാണേ, ഇപ്പം തുണി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ് ഫ്രണ്ട് കഴുത്ത്. അപ്പോൾ ഈ 1/4 ഇഞ്ച് ഇങ്ങനെ നേരെ ചുറ്റും കൂടെ വരക്കണം. അതിനുശേഷം ഇത് ഈ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കണം. അവിടെ നിന്ന് വേണം നമ്മൾ 7 ഇഞ്ച് ഈ കഴുത്തിറക്കം 7 ഇഞ്ചാണ് ഫ്രണ്ട് കഴുത്തിറക്കം വേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം. നമ്മളിവിടെ അടയാളപ്പെടുത്തി 3 ഇഞ്ച് കഴുത്ത് അകലമൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം. വെച്ച് നോക്കുക. അപ്പോൾ ഇവിടെ 3 ഇഞ്ച് ഇങ്ങനെ ഇവിടെ ആയിട്ട് വരും. 1/4 ഇഞ്ച് കഴിഞ്ഞിട്ട് 3 ഇഞ്ച് നമ്മളിവിടെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വച്ചിട്ട് നമ്മൾ 7 ഇഞ്ച് അവിടെ ഇങ്ങനെ വരക്കുക. അതിനുശേഷം നമ്മൾ ഇതെല്ലാം അതേപോലെ തന്നെ ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കണം ബാക്ക് പാർട്ട്. ഇവിടെ നിന്ന് ഞാൻ 7 ഇഞ്ച് വരെ ഇങ്ങനെ വരക്കുന്നുണ്ട്. ഇവിടെ ലൈൻ കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വേറെ ചോക്കും. ഇതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ട്രേസ് ചെയ്തെടുക്കണം. കൈക്കുഴിയും അതേ സെയിം അളവിൽ തന്നെ ട്രേസ് ചെയ്തെടുക്കണം. ഇവിടെ ഇച്ചിരി നീട്ടി വരച്ചേക്കുക. ഇവിടെയും ട്രേസ് ചെയ്ത് വരച്ചു, ഇവിടം വരെയാണേ. അതിനുശേഷം ഈ കൈക്കുഴിയുടെ അറ്റമില്ല, അവിടെ ആയിട്ട് 1 ഇഞ്ച് നമ്മൾ കൂടുതൽ ഇടണം. 1 ഇഞ്ച് അത് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് വരത്തില്ലേ, അപ്പോൾ അവിടെ തയ്യൽ തുമ്പൊക്കെ പോകുമ്പം ഇവിടെ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തേക്കണം, മറക്കരുത്. അതിനുശേഷം ഈ ബാക്ക് പാർട്ട് നമുക്ക് മാറ്റാം. ഞാൻ ബാക്കിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം ബാക്ക് പാർട്ടിനേക്കാൾ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യണേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറിയും കുറഞ്ഞൊക്കെ വന്നാൽ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ തുണി വേണം. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് ഇങ്ങനെ ഇടണം. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ട് മാറ്റിയിട്ടിട്ടുണ്ട്.
അതിനുശേഷം ഇതിൻ്റെ നിപ്പിൾ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. നിപ്പിൾ പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഷോൾഡർ അപ്പെക്സ് പോയിന്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ അപ്പെക്സ് പോയിന്റ് 10.5 അപ്പോൾ 10.5 കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് കൂടി നമ്മൾ ഇട്ട് 10.75 ഇങ്ങനെ മാർക്ക് ചെയ്യുക. 10.75. അപ്പം ഇത് 42 ഇഞ്ച്. അപ്പം ഇനി നമ്മൾ BP to BP ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 42 ഇഞ്ച് ആകുമ്പം നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ 42 ഡിവൈഡഡ് ബൈ 10 കണ്ടാൽ മതി. അപ്പോൾ ഇത് നമ്മളൊരു 4.5 നമ്മൾ മാർക്ക് ചെയ്യുന്നു. 4.5 അപ്പെക്സ് പോയിൻറ്റും BP to BP ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ കൈക്കുഴി വരച്ചില്ലേ, അതിൻ്റെ ഈ സ്ക്വയർ ഒന്ന് നേരെ കറക്റ്റായിട്ട് ഒന്നും കൂടി വരച്ച് സ്ക്വയർ നമ്മൾ വരയ്ക്കണേ. അത് ഞാൻ ഈ ചോക്ക് കൊണ്ട് വരക്കാം. ഇങ്ങനെ നേരത്തെ വരച്ച സ്ക്വയർ ഫ്രണ്ട് പാർട്ടി കാണുന്നില്ലല്ലോ, അപ്പോൾ നമ്മളിത് സ്ക്വയർ ഇങ്ങനെ വരച്ചിടണം. അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് സ്ക്വയറെ ഈ നീല കൊണ്ട് വരച്ചിരിക്കുന്നത്. സ്ക്വയറാക്കി വരച്ചു. അതിനുശേഷം ഇവിടുന്ന് ഒരു 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം. ഈ സ്ക്വയറിൻ്റെ മൂലയിൽ നിന്നും 1.25 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇപ്പം 4.5 അടയാളപ്പെടുത്തിയെങ്കിൽ ഇതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ 4.5 നിന്ന് 1/2 കുറച്ചാൽ 4 ഇഞ്ചാണ്. അതൊക്കെ ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ്. ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ഫ്രണ്ട് പടി വെക്കാനൊക്കെ, അത് കഴിഞ്ഞിട്ടാണ് 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ 4.5 ഞാൻ അത് കഴിഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ഇതും കൂടി ഒരു ലൈൻ വരയ്ക്കുക. ഈ 4.5യും 4.25 ഇട്ടിങ്ങനെ ഒരു ലൈൻ വരക്കണം. അറ്റം വരെ വരച്ചോളൂ. ഇവിടെയും കൂടെ ഈ 1 ഇഞ്ച് കൂട്ടിയിട്ടിരിക്കുന്ന അവിടെയും കൂടെ 4 അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ നേരെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ഈ ആദ്യത്തെ ലൈനില്ലേ, ഈ കറക്റ്റായിട്ട് മാർക്ക് ഈ 1 ഇഞ്ച് താത്തിയല്ല, അതിന് മുന്നേയുള്ള ലൈനിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് അതിനുശേഷം നമ്മൾ ഇതും കൂടി കണക്ട് ചെയ്ത് ഒരു ലൈൻ വരക്കണം. ഈ ലൈനും കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ഒരു ലൈൻ വരക്കണം. ഇതാണ് നമ്മുടെ അപ്പെക്സ് പോയിന്റ്, മറക്കരുത്. ഇങ്ങനെ ലൈൻ വരച്ചു. ഇതിന് ശേഷം ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു 2.5 ഇഞ്ച് നമ്മൾ 2.25 മതി, 2.5 ഇട്ടേക്കാം. 2.5 ഇഞ്ച് നമ്മളിത് ഇച്ചിരി സൈസായിട്ടുള്ള അല്ലേ, അപ്പോൾ ഇവിടെ ഇച്ചിരി 2.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇവിടുന്ന് നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നേരെ ഒരു ലൈൻ വരക്കുക. അതിനുശേഷം ഇതും കൂടി ഇങ്ങനെ കണക്ട് ചെയ്തൊരു നമ്മളിവിടെ ഇങ്ങനെ വരക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുക്കുക. അതിന് മുമ്പ് ഞാൻ കാര്യം പറഞ്ഞുപോയി. നിങ്ങൾ ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക, ഇവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെയും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതും കൂടി റൗണ്ട് ആക്കണം. ഇതിങ്ങനെ റൗണ്ട് ആക്കുമ്പോൾ ഇതെങ്ങനെ വരുന്നെന്ന് നോക്കുക. ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതിവിടെ ആയിട്ട് ഒരു ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ സെൻറ്ററിൻ്റെ അവിടേക്ക് വരും. ഇച്ചിരി ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരക്കുക. ഇനി ഇവിടേക്കും ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 3 ഇഞ്ച് എടുക്കുവാണേ. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ബ്രസ്റ്റ് സൈസുള്ള ആളാണ്, അപ്പോൾ ഇച്ചിരി കൂടെ കപ്പ് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കപ്പ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കപ്പ് കുറച്ച് മതിയെങ്കിൽ 2 ഇഞ്ചൊക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ നല്ല കപ്പ് സൈസ് വേണം, അതുകൊണ്ട് 3 ഇഞ്ച് എടുക്കുവാണേ. ഇവിടെ നിന്ന് ഇങ്ങനെ 3 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. ഇവിടുന്ന് 2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരക്കുക. നേരെ വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ ഈ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ, അതായത് അപ്പെക്സ് പോയിൻ്റ്
ഇതിൻ്റെ അവിടെ നിന്ന് 10:45 അടയാളപ്പെടുത്തിയത്, 11 10:45 ഇങ്ങനെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്കും ഈ 4:30 അടയാളപ്പെടുത്തിയ അവിടേക്കും നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത്, അതായത് ഒരു ബ്രസ്റ്റിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് വരക്കണം. ഇങ്ങനെയാണ് വരക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നേരെ ഇങ്ങനെ വരക്കുവാണേ. എന്നിട്ട് ഈ ഇവിടോട്ട് നമ്മൾ ഇവിടെ ഒരു ചതുരം വരച്ചില്ല, ആ ചതുരത്തിൻ്റെ മൂലയിലേക്ക് നമ്മളിതിങ്ങനെ ചെയ്യുവാണേ. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരക്കണം. ഇതിങ്ങനെ ചതുരത്തിൻ്റെ മുകളിലേക്ക്, തൊട്ട് മുകളിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടും 1/4 ഇഞ്ച് ഇവിടെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കണം. 1/4 ഇഞ്ച് ആ ചതുരത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തേക്കൊരു കാലും ഇപ്പുറത്തേക്കൊരു കാലും, ഇങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അതിനുശേഷം ഈ കൈക്കുഴി ഒന്ന് കുറച്ച് കുഴിച്ച് വെട്ടണം ഫ്രണ്ട് പാർട്ടിൻ്റെ. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്നിച്ചും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിച്ച് വെട്ടണം. അപ്പം ഇവിടെയാണ് ഇനി ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി വരുന്നത്, ഈ ഭാഗത്ത്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ നേരെയാണ് വരച്ചേക്കുന്നത്. ഇത് വെട്ടിക്കളയാനുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് ഇവിടെ ആഡ് ചെയ്തായിരുന്നു. അത് ചെയ്തത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇവിടെ വേസ്റ്റ് റൗണ്ട് കാണുക. വേസ്റ്റ് റൗണ്ട് 35 ആണ്. 35ൻ്റെ 4/1 എന്ന് പറയുന്നത് 8.75 അപ്പോൾ 8.75 നമുക്ക് ഇവിടെ കിട്ടണം. അപ്പോൾ 8.75 ഇവിടെ നമുക്ക് 4 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ ഇത് 3.75 കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ 3.75 കഴിഞ്ഞിട്ട് 8.75 ബാക്കി. അപ്പോൾ 3.75 കഴിഞ്ഞ് ബാക്കി നമുക്ക് ഇവിടെ കിട്ടണം. അപ്പോൾ അത് നമ്മൾ ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ 3.75 വരെ 8.75 കൊണ്ട് ഇവിടെ വെക്കുക. അപ്പോൾ ഇവിടെ ഒരു തയ്യൽ തുമ്പ് വരും. അപ്പം 8.75 3.75 ഇവിടെ വെക്കൂ. 8.75 നിന്ന് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഇവിടെ 35 ആണ് വേസ്റ്റ് റൗണ്ട്. അപ്പം 8.75 നമുക്ക് കിട്ടേണ്ടത്. 4/1 35ൻ്റെ 4/1 8.75. അപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇത് വെട്ടിപ്പോകുമ്പോൾ വരുമല്ലോ. അപ്പോൾ ഇത് ഇവിടെ ഒരു 3.75 ഇവിടെ ഉള്ളത്. ഈ 3.75 കഴിഞ്ഞ് 8.75 ബാക്കി അവിടെ കിട്ടണം. അപ്പം നമ്മൾ ഈ 3.75 കഴിഞ്ഞ് 8.75 3.75 ഇവിടെ കൊണ്ട് വെക്കുക. അപ്പോൾ 8.75 എവിടെ വരുന്നു? ഇവിടെ വരുന്നു. അന്നേരം ഇവിടെ ഒരു 1/4 ഇഞ്ച് പോകും. അപ്പോൾ ഇവിടെ ഒരു 8.75 കഴിഞ്ഞൊരു 1/4 ഇഞ്ച് 9 ഇവിടെ നമ്മളിവിടെ അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്യണം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിങ്ങനെ നേരെ വരക്കുക. അതിനുശേഷം അതായത് ഇവിടെ 4 ഇഞ്ച്, അപ്പം 4 ഇഞ്ചിൽ ഇവിടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പം അത് 3.75 എന്ന് കൂട്ടണം. 3.75 കഴിഞ്ഞ് ഇവിടെ ഒരു തയ്യൽ തുമ്പ് പോകും. അപ്പോൾ ഇവിടെ 8.75 9 വരുന്നിടത്ത് നമ്മൾ ഇവിടെ വെക്കുക. 3.75 ഇപ്പോൾ ഇവിടെ വരും. അവിടുന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്യണം. 1.75 നമ്മൾ തയ്യൽ തുമ്പ് അപ്പർ ബാക്കിലിട്ടത്. അത് നമ്മളിവിടെ എത്രയാണ് തയ്യൽ തുമ്പിട്ട് അത് ആഡ് ചെയ്തിട്ട് അതും ഇതും കൂടി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. അപ്പോൾ ഓർക്കണം, നമ്മൾ ബാക്ക് പീസിനേക്കാൾ ഇവിടെ 1 ഇഞ്ച് കൊടുത്തായിരുന്നു. ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൊടുത്തായിരുന്നു. ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ട, ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇനി ഇവിടെയാണ് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് തയ്യൽ തുമ്പുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇവിടെ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തെടുത്തുനിന്ന് ഇങ്ങോട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കുക. ഷേപ്പ് ചെയ്ത് വരക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടും ഷേപ്പ് ചെയ്ത് വരക്കണം. ഈ 3 ഇഞ്ചിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടും ഷേപ്പ് ചെയ്ത് വരക്കുക. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ നെക്ക് റൗണ്ട് ചെയ്ത് വരക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടൊരു നെക്കാണ് വരക്കുന്നത്. സ്ക്വയർ അല്ല, റൗണ്ട്, സോറി. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരക്കുക. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഞാൻ നേരെ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഇവിടുന്ന് നേരെ ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഫസ്റ്റേ. അതിന് മുന്നേ ഇത് അനങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 മുട്ട സൂചി ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചോ കേട്ടോ. ഇവിടെ ഒരു മുട്ട സൂചി കുത്തിക്കോ, ഇവിടെയും ഒരു മുട്ട സൂചി കുത്തിക്കോ. അപ്പം അനങ്ങത്തരാം. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇപ്പം ഇത് കളയുവാണ്, ഇത് വേണ്ട. അതിന് ശേഷം ഇത് ആവശ്യമില്ല, ഇത് നമുക്കിങ്ങനെ കുറച്ചും കൂടി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഒരു തുള്ളി ഇങ്ങനെ കട്ട് ചെയ്തേക്കുക. കട്ട് ചെയ്യും. കുറച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ സെയിം ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. നമുക്കൊരു കുറച്ചുകൂടി ഷേപ്പ് കിട്ടാം. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്. അപ്പോൾ ഇവിടെ കണ്ട, അപ്പോൾ ഈ 1/4 ഇഞ്ച് ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇത്രയും കിട്ടി. ഇവിടെയാണ് നമ്മുടെ കണ്ട, ഇവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്ഥലം ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ കണ്ട, ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഏറിയും കുറഞ്ഞും വരാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഇട്ടത്. അത് നേരെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇങ്ങനെ മുട്ടസൂചി കുത്തി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് ഇതിപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിന് വേണ്ടി ഇതിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ടേ. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചിന് ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം. അത് ഇവിടെ ഇങ്ങനെ ബോർഡർ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അടിച്ച് മറിക്കുവാണേ. അതിന് ഇവിടെ ഒരു 1/4 ഇഞ്ച് കിട്ടുമ്പോൾ 11.4 12.4 മുകളിൽ 1/2. അപ്പോൾ 12.4 വരെ 12.3 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 12.3. ഇവിടെ 8 ഇഞ്ചേ ഉള്ളൂ. അപ്പം ഇവിടെ ഇച്ചിരി ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് 9 വേണം. 1.3 അല്ല 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മുകൾ ഭാഗത്ത്. അപ്പോൾ 9 ആം റൗണ്ട് ആയിരുന്നു. 9ഉം 2ഉം 11 ഇഞ്ച്. അപ്പോൾ ഇവിടം വരെ വേണം. ശരിക്കും നമുക്ക് ഇവിടം വരെ വേണം. അപ്പോൾ ഇവിടെ ഇച്ചിരി ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെയായിട്ട് ഒരു 1.5 ഇഞ്ച് നേരെ വരക്കുക. അതിനുശേഷം ഇപ്പോൾ എത്രയാണ് 12.5. അപ്പോൾ ഇവിടെയും 12.5 വെച്ചിട്ട് 3 ഇഞ്ച് നമ്മൾ താത്തി വരക്കുക. ഇവിടെ അപ്പോൾ ഇവിടെയായിട്ട് ഇങ്ങനെ നമുക്ക് അറിയാൻ വേണ്ടി ഇച്ചിരി നീക്കി വരക്കുവാണേ. അതിനുശേഷം ഇവിടെ നിന്നാണ് 3.5 ഇടാവേ താഴത്തുനിന്ന്. ഇവിടെ 12.5. ഇവിടെ എത്രയാണ് 12.3. അപ്പോൾ ഈ 12.3 ഇവിടെ വെച്ചിട്ട് 3.5 നമുക്കിങ്ങനെ അടയാളപ്പെടുത്താം. അത് ഇവിടുന്ന് ഇവിടം വരെ വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരക്കാം, സ്ലീവ് വരക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുന്ന് എത്രയാണ് 9 ഇഞ്ച് വരുന്നത്. 9ഉം 2 ഇഞ്ച് തയ്യൽ തുമ്പും 9 ഇവിടം വരെ വരും. ഇവിടം വരെ തന്നെ 9 വരും. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് നമുക്ക് ഇവിടെ എക്സ്ട്രാ കിട്ടണം. ഇവിടം വരെ വരും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഇച്ചിരി ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സ്ലീവ് ഇങ്ങനെയാണ് വരക്കേണ്ടത്. വരച്ചെടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ റൗണ്ട് ഏറ്റവും അടിഭാഗത്തെ വണ്ണം 5.5. അപ്പോൾ ഈ 5.5 ഇവിടെ അടയാളപ്പെടുത്തുക. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കുറച്ച് തുണി വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം, സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള തുണി വെച്ച് കൊടുക്കാതെ. ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ മുട്ടുസൂചി കുത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ താഴെയൊക്കെ കുറച്ച് പിന്നെ മടക്കി അടിക്കാനായിട്ട് കുറച്ച് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ഇഞ്ച് വീതമുള്ള. പിന്നെ നമുക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ലൈനിങ് ഇങ്ങനെ എടുത്തിടുക. ഇങ്ങനെ വരുന്നു. ഇതിങ്ങോട്ട് നീക്കിയിടാം. അപ്പോൾ ഇവിടെ ഇത്രയും ഇങ്ങനെ ഈ അരികു വശമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇച്ചിരി പൊക്കി ഇടുവാണേ.
അപ്പോൾ ഇതിങ്ങനെ സൂചി നന്നായിട്ട് കുത്തി വെക്കുക, എല്ലാം കൂടെ ചേർത്ത് കുത്തണം. ഇനി ഇത് കറക്റ്റായിട്ടൊന്നും വെട്ടിയെടുക്കണ്ട, കുറച്ചിട്ട് വെട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ച് മടക്കിയെടുക്കാം. ഇപ്പോൾ ബാക്ക് പാർട്ട് വെട്ടി, ഇനി നമുക്ക് അടുത്തത് ഫ്രണ്ട് പാർട്ട് വെട്ടിയെടുക്കാം. ഇവിടെ ഞാനൊരു നോച്ചിടാൻ മറന്നു. ഈ മുട്ട സൂചി ഊരി മാറ്റാം, ഇത് മടക്കി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും ഇത് രണ്ടായിട്ട് മടക്കി ഇടുക. അതിന് ശേഷം ഫ്രണ്ട് നമ്മളിങ്ങനെ മുട്ട സൂചി കുത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ച് നോക്കുക, ഇവിടെ തുണിയൊക്കെ എവിടം വരെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കണം. ഫസ്റ്റ് നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാവേ, എന്നാലേ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ നാലായിട്ട് മടക്കുക. നാലായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ വെട്ടി വെച്ച ലൈനിങ് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. ഇത് നമ്മൾ കറക്റ്റായിട്ടൊന്നും വെക്കണ്ട. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാവേ. ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ബാക്കി പീസിൽ നിന്നും വേണം നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ട് വെട്ടിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ രണ്ടായിട്ട് നീളത്തിൽ തന്നെ മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതിങ്ങനെ വെച്ച് നോക്കണം. അപ്പോൾ ഇത് ഇവിടുന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഉക്സും അയ്യും ഒക്കെ എടുക്കാൻ വേണം. അപ്പോൾ ഇതിങ്ങനെ സൂചി നന്നായിട്ട് കുത്തി വെക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതും കുറച്ച് നമുക്ക് ഇങ്ങനെ ഇട്ടൊക്കെ വെട്ടാം കേട്ടോ, നമുക്ക് അടിച്ച് മറിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. മുട്ട സൂചി ഊരണ്ട, ഇത് നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റിയിടാം. ഇത് ഇതേപോലെ തന്നെ മടക്കി വയ്ക്കുക. ഉക്സ് പടിയും ഐപ്പടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കട്ട് ചെയ്താൽ മതി, ഒരു 3 ഇഞ്ച് വീതിക്കും 2 ഇഞ്ച് വീതിക്കും ഒക്കെ കട്ട് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ ഇവിടെ കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ ഒക്കെ തരണം. താങ്ക് യു ഫോർ വാച്ചിങ്.